മിനുടാ എന്തോ സമയമായി. സമയം ഇത് അപൂർവ സായാഹ്നം. യെസ് എല്ലാവർക്കും വട്ടായി. എനിക്കറിയില്ല. ആ തോന്നുന്നു എനിക്ക് കുറച്ച് ദിവസമായിട്ട് അല്ല, ആർക്കാണ്? 3 പേർക്ക് എന്നെ കൂട്ടുന്നുണ്ടോ? ആ സോറി 2 പേർക്ക് ഒരുപോലെ എനിക്ക് തോന്നുന്നു. മതങ്ങളുടെ ഇപ്പൊ പുറത്തു പോയിട്ട് വന്നതിന്റെ എന്തോ ഒരു ഓളം. പക്ഷെ MJ അങ്കിളുടെ ഇപ്പൊ കിട്ടിയതാ ഫ്രഷായിട്ടുള്ളതാ. ഞാൻ വന്ന് കൊടുത്തതാ. ഓളത്തിൽ നമുക്ക് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സമയമായി. ഒരു കൂട്ടം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താലോ? ജഗത്തിന്റെ ഫാമിലിയും ജഗത്തുമാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ജഗത് ആൻഡ് ഹിസ് ഫാമിലി ഓൺ സ്റ്റേജ്. ഹായ് ജഗത്. ഹായ്. ഈ ഷർട്ട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങള് പറഞ്ഞ വാഗ്ദാനം നിറവേറ്റി. ഞങ്ങള് കിൻഡർ മോക്സിന്റെ ഷർട്ട് ഇട്ടു. നിങ്ങളൊരു പ്രോമിസ്, നിങ്ങൾക്ക് ഞാൻ ഒരു പ്രോമിസ് തന്നിന്. ഓ അതാണല്ലേ ഇത്. ഞാൻ തരുന്നില്ല പ്രോമിസ് വന്നപ്പോ. അവൻ ഈ ഷർട്ട് ഇടാന്ന് പറഞ്ഞു ഇത് കിട്ടിയ. ആണോ? കൊള്ളാടാ, നല്ല രസമുണ്ട്, നല്ല സ്മാർട്ട് ആയിട്ടുണ്ട്. താങ്ക് യു. മിടുകൻ. അപ്പൊ ഇന്ന് ചതിക്കാത്ത ചന്തു ആയിട്ടാണോ വന്നിട്ടുള്ളത്? അതെ. അറിയൂ മിസ്റ്റർ ചന്തു? ഞാനല്ല, എന്റെ അച്ഛനാണ്. ആണോ? അച്ഛനെ ചതിക്കാത്ത ഫാമിലി റൗണ്ട് അല്ലേ? ഓ ഫാമിലി റൗണ്ട് ആണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര പേരുണ്ട്? 14 to 15. 14 to 15. പെരിയ ഫാമിലി. അതെ. പിന്നെ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ? ഇവിടെ നിന്ന് മൈക്കിൾ ജാക്സൺ വരും. ആണോ? സലീം ജാക്സൺ. ഓ അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. കാണാൻ കൊതിയാവുന്നു ഫാമിലി മെമ്പേഴ്സിന്റെ പ്രകടനം. മൈക്കിൾ ജാക്സനെ കൊതിയാവുന്നു. അതുപോലെ തന്നെ ജഗത് കുട്ടന്റെ പാട്ടും. ഓക്കെ, All the best. താങ്ക് യു. കാക്കയ്ക്കും കായൽ വരമ്പിലെ കാക്കാളഞ്ഞണ്ടിനും കണ്ണിൽ കണ്ണിൽ കാണാ കിന്നാരം. കാക്കൊത്തിക്കാവിലെ കാവതി കാക്കയ്ക്കും കായൽ വരമ്പിലെ കാക്കാളഞ്ഞണ്ടിനും കണ്ണിൽ കണ്ണിൽ കാണാ കിന്നാരം. കന്നി നീലാവത്തെ കിന്നരി പുള്ളിനും മഞ്ഞണി പാടത്തെ മാടത്തെ തത്തയ്ക്കും തമ്മിൽ തമ്മിൽ കാണാ പുന്നാരം. പ്രേമത്താൽ പൂത്താടുന്നേ, അതിലാദ്യത്തെ തേൻ തുള്ളിപ്പെയ്ത്താണെന്നേ. എന്താണ് പെണ്ണേ നീ മിണ്ടാതെ നിൽക്കുന്നേ, എന്നാണ് നിൻ കല്യാണം? കാക്കൊത്തിക്കാവിലെ കാവതി കാക്കയ്ക്കും കായൽ വരമ്പിലെ കാക്കാലഞ്ഞണ്ടിനും കണ്ണിൽ കണ്ണിൽ കാണാ കിന്നാരം. തുമ്പി വന്നു തൊട്ടുവോ, പൂവോ നാണത്താൽ കണ്ണു പൊത്തിയോ. കന്നിവയൽ തുമ്പകളിൽ തുമ്പി വന്നു തൊട്ടുവോ, പൂവോ നാണത്താൽ കണ്ണു പൊത്തിയോ. അതുങ്ങിയെത്തണ പരൽക്കുരുന്നിനെ താരാട്ടാനായി മെല്ലെ പറന്നിറങ്ങണ വറവ കുഞ്ഞിനെ കൊതിയാണെന്നേ. അതുങ്ങിയെത്തണ പരൽക്കുരുന്നിനെ താരാട്ടാനായി മെല്ലെ പറന്നിറങ്ങണ പറവ കുഞ്ഞിനെ കൊതിയാണെന്നേ. പൂവരമ്പിന്മേൽ ശലഭങ്ങൾ
ആഹാ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കോറസ് സൂപ്പർ. ആഹാ വാട്ട് എ ഫാമിലി. താങ്ക് യു. ആഹാ എല്ലാവരും കൂടെ ഒന്നായിട്ട് ഇവിടെ വന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്നുള്ളത്. പലരാണ് പക്ഷെ ഒന്നാണ് എന്നുള്ള ഒരു ഭയങ്കര ഒരു സന്ദേശം തരുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ചേർന്ന് അതാ ഗിറ്റാറിസ്റ്റ് ഉണ്ട്, ഡാൻസിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് തന്ന ആൾക്കാരുണ്ട്. എല്ലാവരും നല്ല ഹൈ എനർജി ആയിരുന്നു. നമ്മുടെ ജഗത്തിന് ഇത്രയധികം സപ്പോർട്ട് കൊടുക്കുന്നില്ലേ, അതാണ് കേട്ടോ അതിനൊരു വലിയൊരു കൈഡി തരേണ്ടതാണ്. ഈ ലവ് ലെറ്റർ എഴുതാനായിട്ട് എത്ര നേരം എടുത്തോ? ഇല്ല, ഇതൊരു അരമണിക്കൂർ കൊണ്ട് എഴുതുക. ഒന്ന് വായിക്കാമോ? വായിക്കേ. ഇതൊരു പഴയ സ്റ്റൈൽ ലെറ്റർ ആണ്, ഓക്കെ. നമ്മളെ ന്യൂജൻ ലെറ്റർ അല്ല, പഴയ പോലത്തെ പഴയ സ്റ്റൈല്. ചേട്ടാ ശരിക്കും എഴുതിയോ? 1980s ലവ് ലെറ്റർ ആണ്. 80s-ലാണ്. 80s അല്ല 90s. 90s. ഒരു പഴകിയ love അപ്പൊ letter. നമ്മളൊക്കെ ഒരേ ലൈനാണ്. ഏകദേശം. 90s എന്ന് പറയുമ്പോ എനിക്ക് കുറെ ഓർമ്മകൾ വന്നു, അതുകൊണ്ട് ചോദിച്ചാ. ശരി പറഞ്ഞു. Yes. എന്റെ സുന്ദരി കുട്ടിക്ക് ചേച്ചി കൂടെ വീഴോ? ഒരുപാട് സ്നേഹത്തോടെ കവളൊക്കെ ചൊക്കണോ? നിന്റെ സ്വന്തം ഏട്ടായി എഴുതുന്നത്. നിന്നെ കാണാതിരിക്കുമ്പോൾ രാത്രിയിൽ കൈ വിറക്കണ്ടല്ലോ ലെറ്റർ വായിക്കുമ്പോ. അത് ഈ പെർഫോമൻസിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണല്ലേ. ഓക്കെ ഓക്കെ. നിന്നെ കാണാതിരിക്കുമ്പോൾ രാത്രിയിൽ അമ്പിളിമാമൻ ഇല്ലാത്ത ആകാശം പോലെയാണ് എന്റെ മനസ്സ്. മണ്ണെണ്ണ ഇല്ലാത്ത ഉളക്കോട്. ചില സമയത്ത് അതുപോലെയോ? ഈ ആകാശത്ത് കുടിൽ കെട്ടി നമ്മൾ എന്നാണ് ഇനി ഒന്നിക്കുക. ആകാശത്ത് കുടിലിട്ടാ പറ്റും. ഭാവന. വെരി ക്രിയേറ്റീവ്. ഒന്നും രണ്ടാണെങ്കിൽ നമ്മൾ രണ്ടും ഒന്നാണ്. അത് തഗ്. അതും ഭാവനയാണ്. അന്നേ പിക്കപ്പ് ലൈൻ ഉണ്ടായിരുന്നു. അതും ഭാവനയാണ്. ഞാനതൊന്ന് കാണാൻ പിടിച്ചോട്ടെ. ഒന്നും രണ്ടാണെങ്കിൽ നമ്മൾ രണ്ടും ഒന്നാണ്. ഇത് നമ്മൾ ഓട്ടോഗ്രാഫിലൊക്കെ എഴുതുന്ന പണ്ട്. നമുക്ക് ഒന്നിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു 100 അല്ല 1000 മുള്ള് കുത്തിക്കയറുന്ന വേദനയിൽ എന്റെ ഹൃദയം മുറിയും. പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഹൃദയം മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. മൊത്തം മുറിഞ്ഞു ഓ അതുവരെ ചിന്തിച്ചു, അങ്ങ് അത്രയും വരെ കടന്ന് ചിന്തിച്ചു. പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോലും പറ്റില്ല, കാരണം നുറുങ്ങി പോയല്ലോ. നീ ഇതിൽ കാണുന്നത് നീല നിറത്തിലുള്ള അക്ഷരങ്ങൾ മാത്രമായിരിക്കും, പക്ഷെ എനിക്ക് ഇതെന്റെ ഹൃദയ രക്തമാണ്. എന്റെ അമ്മേ. നീല നിറത്തിലോ? അല്ല, ഇതിൽ അക്ഷരം നീല നിറത്തിലാണ്. ഇത് വായിച്ചാലും വായിച്ചില്ലെങ്കിലും നിന്റെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ന് സ്വന്തം നിന്റെ മാത്രം ദശമി. ഏട്ടായി. നിന്റെ മാത്രം ദശമി. ദശമിയാണ് കഷ്ടപ്പെട്ട് ലെറ്റർ എഴുതിയത്. അതെങ്ങനെ സാധിച്ചടാ? ദശമി ആൻഡ് ഗ്രീൻസൺ. അതെ, അവര് രണ്ടുപേരാണ് കഷ്ടപ്പെട്ട്. ആക്ച്വലി ചേട്ടനെ കൊണ്ട് അത് ശരിയായിരുന്നു. പക്ഷെ ദശമിയുടെ ഓരോ സങ്കല്പങ്ങളും ഭാവനകളും. പേരാണെങ്കിൽ ദശമി, 10 തലയാന്ന് തോന്നുന്നു. ലെറ്റർ എഴുതി ദശമി എവിടെ? ദശമി വേദിയിലേക്ക് വരും. ദശമി ഒരു പക്ഷേ എല്ലാവർക്കും പരിചയം കാണും. ഫ്ലവേഴ്സ് ഡിജിറ്റലിലെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണ് ദശമി. ഗ്രീൻസൺ ചേട്ടനും ഉണ്ടായിരുന്നു കൂടെ. ഗ്രീൻസൺ പച്ചമോനെ ഇതുവരെ സ്കൂളിലൊക്കെ ഞാൻ മാത്രല്ല അവനുണ്ട്. അതെ പച്ചമോൻ ഓടി രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പൊ എന്തായാലും കൊള്ളാം, ആ ലൈൻ കൊള്ളാം. എന്ത് നമ്മൾ രണ്ടാണെങ്കിൽ നമ്മൾ രണ്ടും ഒന്നാണ്. ദശമി ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. പറ. ഒന്നും രണ്ടാണെങ്കിൽ അതിന്റെ ഒരു വികാരത്തിൽ പറ. ഒന്നും രണ്ടാണെങ്കിൽ നമ്മൾ ഒന്നും രണ്ടാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒന്നാണ്. വെരി ഗുഡ്. അപ്പൊ ഇതാണ് ദശമി. ദശമി നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ രാകേഷിന്റെ രാഘുവിന്റെ അസിസ്റ്റന്റ് ആണ്. പക്ഷെ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്ന വിചാരിച്ചില്ല സ്വപ്നത്തിൽ പോലും. ആകാശത്തൊക്കെ കുടിൽ കെട്ടിയത് വളരെ നന്നായിരുന്നു. ഭാവന ആകാശത്ത് കുടിൽ കെട്ടിയത് ഗ്രീൻസൺ ചേട്ടനോ? ഞാൻ അമ്പിളിമാമില്ലാത്ത രാത്രിയാ പറഞ്ഞത്. ശരി. മീനുട്ടാ ഒന്ന് കൈകാര്യം ചെയ്താ മകളാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആണോ? ആലോചിച്ചോണ്ടിരിക്കുക വേണ്ടത്. ആ കുടിലില് 3 പേര് അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഓക്കെ. ശരി ശരി ദശമി. താങ്ക് യു.
ഓക്കെ, ഫാമിലി ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് രമേശൻ, ഞാൻ ജഗത്തിന്റെ വലിയച്ഛനാണ്. വല്യച്ഛൻ, സിജി ജഗത്തിന്റെ മാമിയാണ്. മാമി, നന്ദകിഷോർ ജഗത്തിന്റെ ബ്രദറാണ്. ബ്രദർ. പരിചയമില്ല. നമുക്ക് അറിയില്ല, പരിചയമില്ല. ഇല്ലല്ല, ആളെ ഇതുവരെ കണ്ടിട്ടില്ല ആളെ. അജ്ന ഫാമിലി ഫ്രണ്ട് ആണ്. ഓക്കെ. ഞാൻ ആഗ്നേയ് ജഗത്തിന്റെ ഫ്രണ്ട്. ഫ്രണ്ട്. ഓ, ഞാൻ ഗിരിദേവ് ജഗത്താട്ടന്റെ മാമീന്റെ മോൻ. ഞാൻ സുജേഷ്, ജഗത്തിന്റെ അധ്യാപകനാണ്, ഫാമിലി ഫ്രണ്ടാണ്. ആദ്യമായിട്ടാണ് ഒരു ടീച്ചർ മാഷ് ഫാമിലി റൗണ്ടിൽ വരുന്നത്. ഞാൻ ജഗത്തിന്റെ വല്യമ്മ. പേര് സജ്ജിത. സജിത. അതായത് ആ വല്യച്ഛന്റെ ഭാര്യ. ആര്യച്ചന്റെ. മനസ്സിലായി. പിന്നെ എം ജി സാറിന്റെ ഒരു ഫാൻ ഉണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി. ആ. ആ ചേച്ചി എം ജി സാറിനോട് അന്വേഷണം പറയാൻ പറഞ്ഞു. ചേച്ചിയുടെ പേരെന്താ? വിജയകുമാരി. ഹലോ 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 വിജി. എന്റെ പേര് ആൽഫ, ഞാൻ ജഗത്തിന്റെ ഫ്രണ്ടാണ്. ആൽഫ. കൊള്ളാലോ. ഓ, അപ്പൊ ബാക്കി ബീറ്റ ഗാമ ആ ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന്. ആണോ? ഹാപ്പി ബർത്ത്ഡേ ആൽഫ. ഹാപ്പി അത് ബർത്ത്ഡേ പാടാൻ പറ്റരുത്. ഹാപ്പി ബർത്ത്ഡേ ആൽഫ, ഹാപ്പി ബർത്ത്ഡേ ആൽഫ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ആൽഫ. അടുത്തത്. സൂപ്പർ ബർത്ത്ഡേ ഗിഫ്റ്റ്. എന്റെ പേര് ഗിരിനന്ദ, ജഗത്തിന്റെ കസിൻ. ഓക്കെ. എന്റെ പേര് മെറീന, ഞാൻ ജഗത്തിന്റെ ടീച്ചറാണ്, ഫാമിലി ഫ്രണ്ട് എന്താ കൂടിയാണ്. പഠിപ്പിക്കണേ? ഞാൻ മലയാളം. മലയാളം. ആ, ഇത് മൈക്കിൾ ജാക്സൺ? ഒട്ടും മേക്കപ്പ് ഇല്ലാത്ത ഒരാള്, മൈക്കിൾ ജാക്സൺ. ആ, പേരെന്താ? ബിജോയ്സ്, ജോയ്സ്. അയൽവാസിയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. വോയിസും കൊള്ളാലോ. അഭിനന്ദ്, അഭിനന്ദ്, ജഗത്തിന്റെ കസിൻ ബ്രദറാ. കസിൻ ബ്രദർ. ഓക്കെ. ഓക്കെ. ഞാൻ നാരായണൻ, ജഗത്തിന്റെയും നന്ദകിഷോറിന്റെയും അധ്യാപകനായിരുന്നു. ആ, കഴിഞ്ഞ മാർച്ച് 31 റിട്ടയർഡ് ആയി. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ബ്യൂട്ടിഫുൾ ഫാമിലി ഇവിടെ ഇരിക്കാം. യെസ്. ജഗത് കിഷോർ ചന്ദ്രശേഖർ. എന്തോ ചില ലൈൻസ് ഒക്കെ കസറി താങ്ക് യു. കസറി പറഞ്ഞു. എനിക്ക് ആദ്യത്തെ വരിയില്ലേ, അതിൽ ഇങ്ങനെ പെട്ടെന്ന് ആ ലിറിക്കൊരു മറന്നു പോവോ ഇല്ലയോ, കൺഫ്യൂഷൻ പോലെ. കൺഫ്യൂഷൻ പോലെ തോന്നിയിരുന്നു. അങ്ങനെ ഉണ്ടോ? അയ്യോ ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിന് ക്ലാരിറ്റി വേണം. അങ്ങനെ ക്ലാരിറ്റി വേണം. അത് ഒരൊറ്റ അടിക്ക് പാടണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻട്രപ്ഷൻ വരാൻ പാടില്ല. ചില സ്ഥലങ്ങളിൽ ശ്രുതിയുടെ സ്ലിപ്സ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എലിമെന്റ് എന്ന് പറയുന്നത് ഈ പാട്ടിൽ ജഗത്ത് പാടിയതായിട്ടല്ല എനിക്ക് തോന്നുന്നത്, ഒരു ക്യാരക്ടർ പാടിയതായിട്ട് എനിക്ക് തോന്നുന്നു. ദാറ്റ് ഇസ് വെരി നൈസ്. താങ്ക് യു സാർ. പിന്നെ അവസാനത്തെ നീ എന്ന് പാടുന്നതായി അത് കുറച്ചും കൂടെ സസ്റ്റെയിൻ ചെയ്യുന്നതല്ലേ നല്ലത് മകനെ. അവിടെ അബ്രപ്റ്റ് ആയിട്ട് കട്ട് ചെയ്ത അത് വേണ്ട കേട്ടോ. അത് കുറച്ചുകൂടെ നീട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. ആ ഓക്കെ. ജഗത് കുട്ട, എന്തോ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ചില ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു. താങ്ക് യു. ശ്രീകുട്ടിച്ചേട്ടൻ പാടിയിട്ടുള്ള ചില ഒരു മോഡുലേഷൻസ് ഒക്കെ അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പാടാൻ. എനിക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യം, വോയിസിന് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കുറച്ച് ഹസ്കി ഒരു എയറി ആയിട്ടുള്ള വോയിസ് ആയിരുന്നു. അതിപ്പോൾ ഇത്തിരി ക്ലാരിറ്റി വന്നിട്ടുണ്ട്, വോയിസിന് ഇത്തിരി തെളിച്ചം വന്നു. അപ്പൊ എന്തായാലും കൊള്ളാം, വോയിസിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. താങ്ക് യു. വെരി ഗുഡ്. എനിക്കും ഓവറോൾ പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. കൂടെ ഫാമിലിയും ജോയിൻ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും മൊത്തത്തിൽ നന്നായിട്ട് ഇങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ് ജഗത് കുട്ടൻ ഫാമിലി റൗണ്ടിൽ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ട്. ബ്യൂട്ടിഫുൾ കേട്ടോ. താങ്ക് യു. പിന്നെ എനിക്ക് തോന്നിയത് ഓവറോൾ ആ പാട്ടിലുള്ള ഒരു ഗ്രിപ്പ് കുറച്ച് കുറവായിരുന്നു എന്ന് തോന്നി, അക്ഷരങ്ങൾ പറയുമ്പോൾ. പിന്നെ അതുപോലെ ആ സസ്റ്റെയിൻ ചെയ്തത് കുറച്ചും കൂടെ സസ്റ്റെയിൻ കൊടുക്കായിരുന്നു. അവിടെ പാടാൻ ബുദ്ധിമുട്ടാണെന്നറിയാം, അത്രയും വരികളൊക്കെ വന്നിട്ട് എസ്പെഷ്യലി മേളില് പാടുന്നതാണ് കുറച്ചും കൂടെ സസ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നറിയാം. എന്നാലും ജഗത്കുട്ടന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയും കുറച്ചും കൂടെ ഒരു സസ്റ്റെയിൻ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ രസമായിരിക്കുന്നു. മധു അതൊന്ന് സസ്റ്റെയിൻ ചെയ്താലോ? നമുക്ക് കാണാം മധുമാമൻ എങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നോക്കാം. അപ്പൊ മധു പോരട്ടെ. കിളിമകളുടെ കുരു നിലം കുളിർ മൊഴികളിൽ ചിറകടിക്കുക നീ. ഒരു 5 താളവട്ടം മുഴുവനായിട്ട് അങ്ങനെ എല്ലാം കൂടെ 25 സെക്കൻഡാണ് എന്ന് പറഞ്ഞാൽ വെറുതെ സസ്റ്റൈനല്ല, അത്രയും വരികൾ പാടിയിട്ട് വരുന്ന. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാം, നമുക്ക് സാധ്യമാണെന്ന് കാണാം. അപ്പൊ അതിനെന്ത് വേണം? പ്രാക്ടീസ്. ജഗത് കിഷോർ എന്തോ ഇന്ന് കിട്ടാൻ പോകുന്ന മാർക്ക് 97.5. പാട്ടുണ്ട്
എല്ലാം ഒളിച്ചു വെക്കണം താങ്ക് യു ജഗത്. ബൈ ബൈ. തെല്ലുണ്ടേ മുഴക്കി മുഞ്ചാൻ മഴത്തുള്ളിക്കൊരു പൂമ്പാറ്റം. ഇനി നമ്മുടെ ടോപ്പ് സിംഗറില് പ്രേക്ഷകർക്കും നമുക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള റൗണ്ടാണ്, ഫാമിലി റൗണ്ടാണ്. ഇറ്റ് ഇസ് ഗോയിങ് ടു ബി സാംസോണി. ഓൺ സ്റ്റേജ്. ഇന്ന് സാംകുട്ടന്റെ ഫാമിലി റൗണ്ട് ആണ് അല്ലേ? അതെ ഹാപ്പി ആണോടാ? ഹാപ്പിയാണ്. ഓ ഒരു അപ്പൊ നമുക്ക് സ്പെഷ്യൽ കുറച്ച് ആൾക്കാരെ ധൈര്യം. കാണാലോ ഇന്ന്. അതെ അതെ അതെ. ആ ഒരു സ്പെഷ്യൽ ധൈര്യം ആ മുഖത്ത്. ജുബാമുണ്ട് കലക്കി. താങ്ക് യു. ഓ പാട്ട് ഏതാണ്? കല്യാണ കച്ചേരി പാടാൻ വേണ്ടി എന്നിട്ട് MJ സാറിന്റെ പാട്ടാ. എന്റെ പാട്ടാണോ? ആ ഒന്നും അറിയാത്ത പോലെ, ഒന്നും അറിയാത്ത അയ്യോ ആണോ എന്റെ പാട്ടാണോ? എന്നിട്ട് ഫാമിലിയെ കാണാൻ കൊതിയാ വന്നു. അത് ഫാമിലിയെ കാണാൻ, ഫാമിലി മെമ്പേഴ്സ്. അതെ. അതെ. ഓൾ ദി ബെസ്റ്റ്. All the best, all the best. താങ്ക് യു താങ്ക് യു. ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ബ്രഹ്മാനന്ദ നിത്യാനന്ദ സദാനന്ദ പരമാനന്ദം ആനന്ദം ആനന്ദമേ യഗ്യാ 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 കല്യാണ കച്ചേരി പാടാൻ വേണ്ടി കച്ചേരിക്കാരാലും പോരും നോടി പോരും ബപ്പുകൊമ്പത്താടും നോടി അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി വിളേ വിളേ വെറുതെ തരുമോ നിറനാഴി നിറയെ പൊന്ന് ഓ കല്യാണ കച്ചേരി പാടാൻ വേണ്ടി കച്ചേരിക്കാരാലും പോരും നോടി വിളേ വിളേ വെറുതെ തരുമോ നിറനാഴി നിറയെ പൊന്ന് ഓ കല്യാണ കച്ചേരി പാടാൻ വേണ്ടി കച്ചേരിക്കാരാലും പോരും നോടി. തട്ടും തട്ടാരേ ഓ താലിക്കെന്തു വില പട്ടോല പൂപ്പന്തൽ കെട്ടാമെട്ടുനില കാണാ കൈതോലേ ഓ പൂവിനെന്തു വില കാർകൂന്തൽ മൂടുമ്പോൾ കണ്ണിൽ ചന്ദ്രകല ഓ ചെറുകണ്ണു ചേലിൽ കുറി വരയ്ക്കാൻ കുറുനില ചീന്തിൽ ഹരിചന്ദനോ പുഴയിൽ മഴ നിറയും തനുമകരം കുളിരെഴുതും തിടനുരയിൽ കൈയിലടിയിൽ തിമിർത്തും ഓ കല്യാണ കച്ചേരി പാടാൻ വേണ്ടി കച്ചേരിക്കാരാലും പോരും നോടി. ഓലച്ചെങ്ങാലി ഓ ചേലക്കെന്ത് വില ഓലോല കൈയിന്മേൽ തട്ടിയോട്ടുവള പാടാം പാപ്പാത്തി ഓ വേണം തൂഷനില വാർത്തുമ്പച്ചോറുണ്ണാൻ കണ്ണൻ വാഴയില ഓ കണിത്തിങ്കൾ കാച്ചും മണിപ്പപ്പടം വിളമ്പും നിലാവാൽ പാൽ പായസം ചിരിയിൽ ചെറുചിരിയിൽ കുണുചിറകിൽ മനമുണരും അലയൊലിയിൽ നിലവൊളിയിൽ തിമിർത്തും ഓ കല്യാണ കച്ചേരി പാടാൻ വേണ്ടി കച്ചേരിക്കാരാലും പോരും നോടി ഓ
വെരി ഗുഡ് വെരി ഗുഡ്. സൂപ്പർ. അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അതെ ആർക്കാണ് സാമേ? നവദമ്പതികൾ. അതെ നവദമ്പതികൾ. കല്യാണ പെണ്ണിനും ചെക്കനും. അതെ. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് കല്യാണം കഴിക്കുന്നത്? രണ്ടാമത്തെ പ്രശ്നം. അത് വളരെ സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന്, കുടുംബം ഒന്നുകൂടെ ചേർന്ന് ആ കല്യാണത്തിന് കൂടി എന്നാണ്, കല്യാണത്തിന് കൂടി എന്നല്ലേ പറയുന്നത്. അവിടെ കൂടുന്നത് സന്തോഷമാണല്ലോ. ആ സന്തോഷത്തിന്റെ ആക്കം ഇവിടെ കൂട്ടിക്കൊണ്ട് അവന്റെ ഉഗ്രൻ പാട്ടും ഉണ്ടായിരുന്നു. അതെ അതെ. പാട്ട് ഉഗ്രൻ എന്നല്ല പറഞ്ഞത്, ഈ പാടിയത് ഉഗ്രൻ എന്നാ പറഞ്ഞത് അല്ലേ മധു? എന്തൊരു വിനയം, എന്തൊരു വിനയം. വിനയ് ചന്ദ്രൻ. അതെ, എം വിനയചന്ദ്രൻ. എനിക്കൊരു സംശയം, ആര്യക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണ്. അയ്യോ എനിക്കിഷ്ടായി. ഇഷ്ടമായോ? പിന്നെ എന്ത് രസമായിരുന്നു കാണാൻ വേണ്ടിട്ട് എല്ലാരും കൂടെ. നല്ല ഒരു കല്യാണ വൈബ്. കല്യാണ വൈബ് മാത്രല്ല, ഉരുളിന്ന് ആ ഒരു കുറച്ച് പായസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ അതെ 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 സന്തോഷമായി. അതെ. അവിടെ എല്ലാം റെഡിയാണ്. നമ്മുടെ സാമിന്റെ അമ്മ കുറെ നേരം ഇട്ട് ഇളക്കണ്ടായിരുന്നു പായസം. അതെ. മാത്രല്ല ഒരു കല്യാണം കണ്ടപ്പോ ഒരു പ്രത്യേക സുഖം. അതെ. എന്താന്നറിയില്ല, അത് ശരിക്കും കല്യാണം കഴിക്കുന്ന പോലെ അവർക്ക് ഭയങ്കര ടെൻഷൻ. ടെൻഷനും നാണോ അല്ല. ആദ്യം മറ്റേ ഡാൻസ് ഒക്കെ കളിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല സന്തോഷമൊക്കെ വന്ന് നല്ല ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ പോയി. കല്യാണം തീരുമാനിച്ചാന്ന് തോന്നുന്നു അല്ലേ അത്? അതെ അതെ സന്തോഷത്തിൽ പോയത്. എല്ലാവരുടെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതെ അതിനൊരു കൈ സത്യം. കൊടുക്കണം കേട്ടോ. എല്ലാരും ഒരുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പൊ എല്ലാവരുടെയും പേരും? എന്റെ പേര് സതീഷ് കുമാർ. സാമിന്റെ സാമിന്റെ കുടുംബസുഹൃത്താണ്. ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ആളാണ്. ചേച്ചി? എന്റെ പേര് രഞ്ജു. ആ. ഞാൻ സാമിന്റെ ഫാമിലി ഫ്രണ്ടാണ്. ഫാമിലി ഫ്രണ്ട്. എന്റെ പേര് പ്രദീപ്, സാമിക്കുട്ടന്റെ ഫാമിലി ഫ്രണ്ടാണ്. എന്റെ പേര് എസ്ര, ഞാൻ സാം ചേട്ടന്റെ കസിനാണ്. എന്റെ പേര് ദിയ, ഞാൻ സാമിന്റെ കസിനാണ്. എന്റെ പേര് അനുപമ. സാമിന്റെ ആരാ? കസിനാണോ? പിന്നെ ആരാ? ഫ്രണ്ടാണോ? ഫ്രണ്ട്. അടുത്ത ആള്? എന്റെ പേര് അഞ്ജിത, ഞാൻ സാമേട്ടായുടെ ഫാമിലി ഫ്രണ്ടാണ്. സാമേട്ടായി. എന്റെ പേര് ആദിത്യ, ഞാൻ സാമിന്റെ ഫാമിലി ഫ്രണ്ടാണ്. എന്റെ പേര് അനു, ഞാനിപ്പം എസ്രയുടെ അമ്മയാണ്, സാമിന്റെ കസിനും. എന്റെ പേര് രമ്യ, ഞങ്ങള് ഫാമിലി ഫ്രണ്ട്. എന്റെ പേര് രാജേഷ് ബി, കഴിഞ്ഞ ടീമിൽ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇവരുടെ ഏറ്റവും ഫാമിലി ഫ്രണ്ടാണ്. സാംകുട്ടന് ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെയാണ് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് സാമിനെ സംബന്ധിച്ചിടത്തോളം രക്തബന്ധങ്ങളെക്കാൾ കൂടുതൽ ഹൃദയബന്ധം ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് പേര് പേര് ഫാമിലി റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ മക്കളൊക്കെ ആദിത്യയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു, സാം നമ്മളെ വിളിക്കുവോ അമ്മയെന്ന് ചോദിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. ഇവരൊക്കെ മുൻകൈ എടുത്ത് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ ഞങ്ങൾക്കും വളരെ സന്തോഷം. നിങ്ങൾ അങ്ങനെ ചെയ്തത് ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ശരിക്കും ഫാമിലിക്ക് എല്ലാവർക്കും ഇവിടെ വന്നിരിക്കാം. എന്തായാലും ആര്യ പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വളരെ എല്ലാവരുടെയും നല്ല ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും നല്ല അഭിനയം കാഴ്ചവെച്ചു. എല്ലാവർക്കും താങ്ക് യു. ഇവിടെ വന്നിരിക്കാം. സാംസങ് സോണി എന്തോ ഉഗ്രനായിട്ട് പാടി. താങ്ക് യു. വളരെ മനോഹരമായിട്ട് പാടി. ഇത് ഭയങ്കര ടഫാണ് ഈ പാട്ട് പാടാൻ, ഈസി അല്ല. ഇതാരാ ഉണ്ടാക്കിയേ? എന്തിനാ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള പാട്ടൊക്കെ ഉണ്ടാക്കുന്നത്? സിനിമയിൽ നല്ലൊരു വൈബുള്ള പാട്ടാണ് അത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി അവതരിപ്പിച്ചു വളരെ നല്ല രീതിയിൽ കേട്ടോ. അപ്പോൾ പാടിയതിൽ എനിക്ക് ഭൂരിഭാഗം എല്ലാ ഭാഗവും എനിക്ക് ഇഷ്ടമായി. അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രം, അതായത് ഒരു ഓ പാളിപ്പോയി അല്ലേ, പിന്നെ ഒരു പോരുന്നോടി പാളിപ്പോയി. അതെ അതെ. പിന്നെ നിലാവാൽ എന്നുള്ളിടത്തും ചെറിയൊരു മനസ്സിലായി. ഇതൊക്കെ മനസ്സിലായ കാര്യങ്ങളാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല. കാരണം സാമിന് ഇത് മുഴുവൻ സ്വന്തമായിട്ട് മനസ്സിലാക്കാനും വിലയിരുത്താനും സാധിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. അതെ. ഇനി ഇതിന്റെ സൃഷ്ടികർത്താവ് സംസാരിക്കുന്നു. ഞാൻ ഇതിന്റെ സൃഷ്ടിയെ പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോ ഇതിനൂടാ ഈ ബാംഗ്ലൂരിലുള്ള ഒരു സ്റ്റുഡിയോയില് ഈ പാട്ട് പാടാനായിട്ട് ശങ്കർജി വന്നത് ഓർക്കാണ്. അപ്പൊ ശങ്കർജി, ഞാൻ ഒട്ടും എക്സാജറേഷൻ അല്ല പറയുന്നത് കേട്ടോ, ഇങ്ങനെയാണ് ശങ്കർജി പാട്ടുകൾ പാടുന്നത്. എന്റെ എക്സ്പീരിയൻസിൽ അങ്ങനെയാണ്. അപ്പൊ ഈ പാട്ട് പാടാൻ വന്നു. ഓക്കെ റെഡി. ഭയങ്കര പോസിറ്റിവിറ്റി ആണ് ശങ്കർജി വരുമ്പോ. നമുക്കും കുറെ നല്ല എനർജി തരും ആ സമയത്ത്. അപ്പൊ റെഡി കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഒരൊറ്റ പ്രാവശ്യം കേൾക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലിറിക് എഴുതിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലെറ്റ്സ് ഗോ ഫോർ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. നേരെ പോകുന്നു. ഞാൻ പഠിച്ചതൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. ശങ്കർജി ഒരു പാട്ടെങ്കിലും ഞാൻ പഠിപ്പിച്ചിട്ടുമില്ല, അദ്ദേഹം പഠിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ആ ഇംപ്രഷനിൽ അവിടെ പോയി പാടുകയാണ് ചെയ്യുന്നത്. ഒരു ഭയങ്കര അത്ഭുത മനുഷ്യനാണ്. ഈ പാട്ട് ഒരു 45 മിനിറ്റിനുള്ളിൽ അദ്ദേഹം പാടിയതാണ്. ഇതിന്റെ കുറെ അധികം വേറെ വേരിയേഷൻസ് പാടിയിരുന്നു.
സംഗതികളൊക്കെ സംഗതികൾ പല പല വേരിയേഷൻസ് പാടിയിരുന്നു. പക്ഷെ അതൊന്നും ഈ ക്യാരക്ടറിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ്. അല്ലെങ്കിൽ ഇത് 5 വേർഷൻസ് ഈ പാട്ടിന് ഈ 45 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കി തന്ന ഒരു ഗ്രേറ്റ് മേസ്ട്രോ ആണ് അദ്ദേഹം. ഗ്രേറ്റ് മ്യൂസീഷ്യൻ ആണ് അദ്ദേഹം. MJ ഒരു ഡൗട്ടും കൂടെ ചോദിക്കട്ടെ, ഈ പാട്ടിന്റെ ട്രാക്ക് പാടിയതാരാ? ഈ പാട്ടിന്റെ ട്രാക്ക് പാടിയത് ഞാൻ തന്നെ. ഇങ്ങനെ പറ, വെറുതെ അന്നൊക്കെ ഒരുവിധം തെറ്റില്ലാതെ പാടുമായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ പാടി ഒപ്പിച്ചു വെച്ചിരുന്നു. പക്ഷെ ഞാൻ പാടിയത് 20 ആണെങ്കിൽ അവിടെ ശങ്കർജി 100ലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. പക്ഷെ അവനൊരു 70ലേക്ക് എത്തിച്ചില്ലേ, അതൊരു ചെറിയ കാര്യമാണോ? അതാണ് ക്വാളിറ്റി കംസ് ഫ്രം ടാലന്റ്. കേട്ടോ, എനിക്ക് ആദ്യത്തെ എന്നാണ് കേട്ടത് ഞാൻ. എന്താ അത് സ്ട്രെസ് കൊടുത്താൽ അതിനൊരു പവർ കൊടുത്തിട്ട് അങ്ങനെ ആയത്. അത്രയും കൊടുക്കണ്ട. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലെങ്കിലും അതിനെന്തോ ഒരു അർത്ഥമുള്ള പോലെ തോന്നും. എന്ന് പറയണ്ട, പറഞ്ഞേ. പിന്നെ വിളമ്പും നിലാവാൽ അല്ല സംഗതിയില്ലേ, അതും കുറച്ച് സ്ലിപ്പ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ സ്ലിപ്സ് ആണേ. അത് ഇങ്ങനെ അത്ര കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല, കാരണം അത് എല്ലാം കൂടെ വരണ്ടേ. ചിലപ്പോൾ നമുക്ക് റെക്കോർഡിംഗ് ആകുമ്പോഴത്തേക്കും ഓരോ വരിയായിട്ട് റെക്കോർഡ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയുണ്ട്. ശങ്കർജി പാടുന്നത് ഒരു പല്ലവി കംപ്ലീറ്റ്, അനുപല്ലവി കംപ്ലീറ്റ്, ചരണം കംപ്ലീറ്റ്, അങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. ഈ പാട്ട് റെക്കോർഡ് ചെയ്തത്. അത് മാത്രമല്ല, ഇത് റെക്കോർഡ് ചെയ്തപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. കാരണം ഈ നിറനാഴിയിൽ നിറയെ പൊന്ന് എന്നുള്ളത് ശങ്കർജിക്ക് ഒരു കാരണവശാലും കിട്ടില്ല. നിറനാഴിയിൽ നിറയെ പൊണ്ണ് എന്ന് വരും. അപ്പൊ ഈ പൊന്ന് എന്നുള്ള പൊണ്ണ് ആയിപ്പോ കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞു പൊന്ന്, പൊണ്ണ്, പിന്നെ അങ്ങനെ അവസരം പൊണ്ണ് എന്ന് തന്നെ റെക്കോർഡ് ചെയ്ത്, വേറെ മാർഗമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കോറസ് പാടിയ നമ്മുടെ കൂട്ടുകാരെ വിളിച്ചിട്ട് പൊന്നെന്ന് പാടിപ്പിച്ചിട്ട് അവിടെ മാത്രം ശങ്കർജിയുടെ ശബ്ദം കുറച്ച് വെച്ച്. അങ്ങനെയാണ് ഇപ്പോഴും പൊണ്ണെന്ന് കേൾക്കാൻ പറ്റും. എനിക്ക് എന്റെ ചെവിയിൽ കേൾക്കാറുണ്ട്. സാം കുട്ടാ, എന്തോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ഇന്നത്തെ സാമിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര രസമായിരുന്നു. ഒരു നല്ല ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, നല്ല കോൺഫിഡന്റ് ആയിട്ട്, എന്താ പറയാ, നല്ല പാട്ടിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഇന്ന് സാംകുട്ടൻ ഉണ്ടായിരുന്നത്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്ന് പാട്ടിന്റെ കേസ് പറയുകയാണെങ്കിൽ പാട്ടും കുട്ടി മിടുക്കനായിട്ട് പാടി. അതും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല കട്ട സപ്പോർട്ട് തന്ന ഒരു കിഡിലെ ഫാമിലി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മിസ്റ്റർ സാംസോണെ, എന്തോ ഇന്ന് ലഭിച്ചിരിക്കുന്ന മാർക്ക് 98 out of 100. അപ്പൊ സാംകുട്ടൻ, ഓൾ ദ വെരി ബെസ്റ്റ്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും താങ്ക് യു കേട്ടോ. അടിപൊളിയായിരുന്നു. താങ്ക് യു. ടാറ്റാ. ബൈ. MJ അങ്കിൾ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ടോപ്പ് സിംഗർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജേർണിയാണ്. അങ്ങനെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ജേർണി ഞാനും നമ്മളെല്ലാവരും നമ്മുടെ പ്രേക്ഷകരും ഒക്കെ ഒരുമിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഒരു ജേർണിയാണ്, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ജേർണിയാണ്. ഇതിനൊരു അവസാനമുണ്ട്, ഇതിനൊരു എൻഡ് ഉണ്ട്. ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മത്സരം ആയതുകൊണ്ടും ഇതിനൊരു അവസാനം അത് ഉറപ്പായിട്ടും വേണ്ട ഒന്ന് തന്നെയാണ്. അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നതൊക്കെ. അപ്പോൾ അവസാനത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഫിനാലയോട് അടുക്കും തോറും ഓരോ സ്റ്റോപ്പുകളായിട്ടുണ്ട്, നമുക്ക് ഓരോ ഘട്ടങ്ങൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോപ്പാണ് ഇന്നത്തെ ദിവസം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു സ്റ്റോപ്പ് വരുന്ന സമയത്ത് കുറച്ച് പേര് ആ ജേർണിയിൽ നിന്നും കുറച്ച് ദിവസത്തേക്ക് മാത്രം നമ്മുടെ കൂടെ നിന്ന് മാറി നിൽക്കും. ഒരിക്കലും നമ്മുടെ ഫാമിലിയിൽ നിന്ന് അവരെങ്ങോട്ടും മാറിപ്പോകുന്നൊന്നുമില്ല. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയതുകൊണ്ട്, മത്സരമായതുകൊണ്ട് വളരെ ചെറിയ മൈന്യൂട്ട് വ്യത്യാസങ്ങളുടെ പേരിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ മാറിയും തിരിഞ്ഞും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു സ്റ്റോപ്പാണ്. എല്ലാ പ്രേക്ഷകർക്കും അറിയാം, ഞാൻ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ടോപ്പ് സിംഗറിലെ എലിമിനേഷൻ ഡേ ആണ്. എനിക്കറിയാം നമ്മുടെ ടോപ്പ് സിംഗറിലെ ടോപ്പ് സിംഗേഴ്സ് എല്ലാവരും വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇന്നിവിടെ കുറച്ച് സമയത്തേക്ക് നമ്മളോടൊപ്പം കുറച്ച് പേര് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരാരും നല്ല പാട്ടുകാരല്ല എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും വളരെ മികച്ച ഗായകരായതുകൊണ്ടാണ് ഇത്രയും നാളും നമ്മൾ ടോപ്പ് സിംഗേഴ്സ് ആയിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഇത്രയും ഫ്രണ്ട്ഷിപ്പിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്കതിൽ കുറച്ച് പേരെ നിർബന്ധിതമായിട്ട് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ദിവസമാണിന്ന്. MJ അങ്കിൾ, റെഡിയാണോ അതിന്? റെഡിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമുണ്ട്.
കാരണം എത്രയോ പ്രാവശ്യം എത്രയൊക്കെയോ സ്റ്റോപ്പിൽ റെഡ് ലൈറ്റ് കാണിച്ച് പിന്നെ യാത്രയില്ല എന്ന് വന്ന അവസ്ഥകളിൽ നിന്നാണ് അടുത്ത എവിടെയൊക്കെയോ ഒരു ഗ്രീൻ ലൈറ്റ് വന്നപ്പോഴത്തേക്കും അടുത്ത വണ്ടി കയറി അടുത്ത ഒരു ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ അവിടെയും സ്റ്റോപ്പ്. ഇങ്ങനെ സ്റ്റാർട്ടും സ്റ്റോപ്പും ഇങ്ങനെ പോയാണ് ഈ സീറ്റിൽ ഞാൻ ഇരിക്കണേ. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളൊന്നും അങ്ങനത്തെ ഒരു ജേണിയിലൂടെ അവർ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതൊരു കോമ്പറ്റീഷൻ ആയത് കാരണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകണം. ആ ജേണിക്ക് ഇത്തരം ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ പക്ഷെ ഞാനതിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ചിലപ്പോൾ ലോ ആയിരിക്കും, പക്ഷേ ഒരിക്കലും നമ്മുടെ മൊബൈൽ ഫോൺ ഓഫ് ആയിട്ടില്ല. അപ്പോൾ ഒന്ന് ചാർജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ബസ്സാണെങ്കിൽ പോലും ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നു, അവിടെ നിന്ന് അടുത്ത വേറൊരു ബസ് കയറിയാലാണ് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക്. നമ്മുടെ ഡെസ്റ്റിനേഷൻ അതായിരിക്കും. എല്ലാവരുടെയും ഡെസ്റ്റിനേഷൻ ഒന്നല്ല. ഓരോരുത്തരുടെയും ലൈഫിന്റെ സ്ക്രിപ്റ്റ് ഓരോ രീതിയിലാണ്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. സത്യത്തിൽ നമ്മൾ 4 പേരും ഉണ്ണിയേട്ടൻ ഉൾപ്പെടെ നമ്മൾ ഒരിക്കലും ജഡ്ജ്മെന്റ് അല്ല ചെയ്യുന്നത്. അവരുടെ കൂടെ അവരുടെ ജേണിയിൽ നമ്മൾ കൂടെ വഴി കാണിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അവരെ വളരെയധികം ഫ്രം ദ ഡെപ്സ് ഓഫ് ദ ഹാർട്ട് അവരെ സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ്, അവരെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് ഒരുപോലെയാണ്. അപ്പോൾ ആരെങ്കിലും ഇന്ന് ഇതിൽ നിന്ന് മാറേണ്ടി വരുമെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർക്ക് അടുത്ത ഒരു ജേണി, ഒരു ഡെസ്റ്റിനേഷൻ അവർക്കുണ്ട്. അതിലേക്കുള്ള തുടക്കമായിട്ട് കാണാം, ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് കണ്ടാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ എനിക്കും വളരെ വിഷമമുള്ളൊരു കാര്യമാണ് ഈ പ്രൊസീജിയർ. പക്ഷെ ഈ പ്രൊസീജിയർ ഇല്ലാണ്ട് ഈ യാത്ര മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഏതൊരു റിയാലിറ്റി ഷോയിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞ പോലെ അവരുടെ വഴി വേറെ ആയിരിക്കും, അവർ വേറൊരു ഡെസ്റ്റിനിലേക്ക് പോകുന്ന, അവർക്ക് വേറൊരു യാത്രയുടെ തുടക്കമായിരിക്കാം എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ എല്ലാവരും വളരെ നല്ല ഇമ്പ്രൂവ്മെൻറ്റോട് കൂടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ വിഷമമാവാണ്. പക്ഷേ നമുക്കിന്ന് വേറെ നിവൃത്തിയില്ല, ഇത് ചെയ്തേ പറ്റും. നമ്മൾ ക്വാർട്ടർ ഫൈനൽ, ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അത് ഓരോ കുട്ടിയും, അതിപ്പോൾ ഫോക്ക് ആയിക്കോട്ടെ, അവർ ചിലപ്പം ക്ലാസിക്കൽ നന്നായി പാടുന്നുണ്ടാവാം, ചിലപ്പോൾ മെലഡി നന്നായി പാടുന്നുണ്ടാവാം, ചിലപ്പം പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് നന്നായി ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് ആരെയും കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റേയില്ല. ഒരു കുട്ടീനെയും വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. കുട്ടീന്നല്ല, ഒരു മനുഷ്യനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്നത് പോസിബിൾ അല്ല. പക്ഷേ ഇങ്ങനെ ഒരു ജേണി ആയതുകൊണ്ട്, ഇതുപോലെ ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നമുക്കത് ചെയ്തേ പറ്റും. അതൊരു വിഷമമുള്ളൊരു കാര്യമാണ്, ഒരു വിഷമമുള്ളൊരു ഘട്ടമാണത്. പക്ഷെ അത് ഫേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വി ഹാവ് ടു ബി പാർട്ട് ഓഫ്. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ആരൊക്കെയാണ് മത്സരിച്ചതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പൊ MJ അങ്കിൾ, മധു അങ്കിൾ, ആര്യ ചേച്ചി, നമ്മൾ അങ്ങനെ എലിമിനേഷൻ പ്രോസസ്സിലേക്ക് വളരെ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത്ര നാളും നമ്മളിങ്ങനെ പറയുമ്പോഴും ഞാൻ ടോപ്പ് സിംഗർ മാത്രമാണ് അങ്ങനെ ഒരു പ്രത്യേകത കണ്ടിരിക്കുന്നത്. എലിമിനേഷൻ എന്ന് പറയുമ്പോഴേ ഇവിടുന്ന് എല്ലാവരും പറയാൻ തുടങ്ങും. ഈവൻ രാജേഷ് ചേട്ടൻ ഉൾപ്പെടെ പറയാൻ തുടങ്ങും, നമുക്കിത് എന്നാൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് നടത്താം, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞത്. കാരണം അത്ര അധികം നന്നായിട്ടാണ് എല്ലാവരും പാടി വരുന്നത്, അത്ര അധികം ഇമ്പ്രൂവ്മെന്റ് എല്ലാവരും കാണിക്കുന്നുണ്ട് എന്നുള്ളത്. ടോപ്പ് സിംഗറിൽ വന്നതിന് ശേഷം ഇവർക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന, ഒരുപാട് പ്രൗഡ് ആവാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ എന്താ പറയുക, ഇങ്ങനെ ഒരു എലിമിനേഷൻ പ്രോസസ്സ് അങ്ങനെ പറഞ്ഞ് വന്നെത്തിയിരിക്കുന്ന ഒരു ദിവസമാണെന്ന് ഇപ്പൊ നമ്മളത് നേരിട്ട് കാണാൻ പോവാണ്. എനിക്കറിയാം ഇതങ്ങനെ വിഷമുള്ളൊരു കാര്യം തന്നെയാണ്, പക്ഷെ എങ്കിൽ പോലും നമ്മളിതിനെ വളരെ കാഷ്വൽ ആയിട്ട് കാണുന്നുള്ളൂ. ആരും അങ്ങനെ ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരൊന്നുമല്ല. വളരെ മെച്ചുവേർഡായിട്ട് ഇതൊരു ഷോ ആയിട്ടും, പക്ഷെ നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ്, എന്നും പേഴ്സൺ ടു പേഴ്സൺ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതൊരു ഷോ ആയിട്ട് തന്നെ എല്ലാവരും കാണണം. അപ്പോൾ വളരെ കാഷ്വൽ ആയിട്ട് എടുക്കണം കേട്ടോ. അല്ലാണ്ട് ഒരു വിഷമോ ബുദ്ധിമുട്ടോ ഒന്നും ആർക്കും മനസ്സിലുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ഇതിപ്പോ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ആണ്. ഇത് ഒരിക്കലും ഒരു ക്ലൈമാക്സ് അല്ല, ഇതൊരു കോമയാണ്, ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് അല്ല. അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ആരൊക്കെയാണ് നമ്മുടെ ടോപ്പ് സിംഗറിൽ മുന്നേറുന്നത് എന്ന് ഇവിടെ കാണാം. അതെ, തീർച്ചയായിട്ടും. അതെങ്ങനെ എനിക്ക് പറയണമെന്ന് എനിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ. കാരണം ആ 2 പേരെന്ന് പറഞ്ഞാൽ 2 രീതിയിൽ, 2 ഡയമെൻഷനിൽ
വളരെ ബ്രില്യൻ്റ് ആണ്. കൺസിസ്റ്റന്റ് പെർഫോമേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണല്ലോ സത്യത്തിൽ ടോപ്പ് സിംഗറിലൂടെ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ അതിൽ കൺസിസ്റ്റൻസിയിൽ അവിടെ ഇവിടെ കുറവ് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കോമ അത് ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് അല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഒരു പ്ലോട്ട് ചേഞ്ച് ആണ്, പക്ഷെ ക്ലൈമാക്സ് അല്ലെന്ന് നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ 2 കുഞ്ഞുങ്ങളാണ്, പ്രിയപ്പെട്ട നമ്മുടെ പൊന്നു മക്കളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മളിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുന്നത്. അത് നമ്മുടെ പ്രിയപ്പെട്ട അഗൈതി കുട്ടിയും അതുപോലെ നമ്മുടെ ജുവൽ മേരി റജീമ. ജുവൽ കുട്ടാ പോരെ. ജുവൽ കുട്ടിയെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ഫേസറ്റഡ് ടാലന്റ് ആണ്. അത് ബഹുമുഖ പ്രതിഭയാണ് ഇപ്പോഴേ ഈ ഒരു കുഞ്ഞു വയസ്സിലെ. അപ്പോൾ ഒരു അങ്കിളൊക്കെ കാണുന്നത് നമ്മളൊക്കെ കാണുന്നത് ഒരു ലോങ് റോഡാണ് കേട്ടോ. ജേണിയുടെ ഒരു വലിയ ലോങ് റോഡാണ്. അത് എവിടെയാണ് എന്നറിയില്ല. അപ്പൊ അങ്ങനെ ആ റോഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വലിയ നാളെ ഒരു സ്റ്റാർ, ചിലപ്പം ഒരു എഴുത്തുകാരിയാവാം, ചിലപ്പോൾ പാട്ടുകാരിയാവാം, ചിലപ്പോൾ ഒരു മ്യൂസിക് കമ്പോസർ ആവാം, ചിലപ്പോൾ ആക്ട്രസ് ആവാം. ആക്ട്രസ് ആവാം, അല്ലെങ്കിൽ ഒരു പെർഫോമർ ആവാം, അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിയാവാം. അതിനുള്ള ചാൻസസ് ജുവലിൽ ഭയങ്കരമായിട്ടുണ്ട്. സയന്റിസ്റ്റ് ആണോ? ഒരു സയന്റിഫിക് ടെമ്പർ ഉള്ള ഒരു കുട്ടിയാണ്. ഒരു ഇന്റലക്ച്വലി എന്താ പറയാ വളരെ ഫോർവേഡ് നിൽക്കുന്ന, ഒരുപാട് പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന, പുസ്തകങ്ങളും ഭാഷകളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും ഒരേ രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമ്മള് വിചാരിക്കുന്നതിനേക്കാളും ബ്രെയിനി ആയിട്ടുള്ള, ഇപ്പൊ പറഞ്ഞ പോലെ ഇന്റലക്ച്വൽ ഫാക്കൽറ്റീസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു, അതിന്റെ ഒരു എന്താണ് കോഗ്നിസൻസ് ഉള്ള ആ ഒരു ആളാണ്. ഈ ചെറിയ കക്ഷിയല്ല കേട്ടോ, വലിയ കക്ഷിയാണ്. അപ്പോൾ ഇപ്പൊ തൽക്കാലം ടോപ്പ് സിംഗർ ഇന്ന് ഒരു ബ്രേക്കാണ്, അത്രേ ഉള്ളൂ കേട്ടോ. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ആസ് ഐ സെഡ്, there is a long road for you to journey, and that's for sure, 100%. നമ്മുടെ സ്നേഹത്തിനെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനോട് അതിരില്ല, ഇൻഫിനിറ്റ് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങളോടെല്ലാം ഇൻഫിനിറ്റ് ആയിട്ടുള്ള സ്നേഹമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സ്നേഹത്തിലാണ് ഇത് പറയുന്നത് കേട്ടോ എൻ്റെ കുഞ്ഞെ. ഗോഡ് ബ്ലെസ്. അത് മാത്രമല്ല, ഇതുവരെ ഉള്ള ജേർണി, എന്താ പറയാ, ആ പ്രോഗ്രസിന്റെ കാര്യം പറയുമ്പോഴേ നമുക്ക് അതൊരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു 24-25 പാട്ടുകൾ ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും നമ്മുടെ ഗ്രൂമേഴ്സ് ആയാലും നിങ്ങൾ സ്വയം ഇടുന്ന എഫേർട്ട് ആയാലും അതിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ എനർജിയും അത്രയധികം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നുള്ള പ്രോഗ്രസ് അത് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് പോവില്ല. അത് ഇറ്റ്സ് ഫോർ എ ലൈഫ് ടൈം. ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു എന്താ പറയാ, അതിന് കൊടുത്തിരിക്കുന്ന ആ എഫേർട്ട് ലൈഫ് ടൈമിനുള്ള ഒരു എഫേർട്ടാണ്. അതിനുള്ള ഒരു ഇത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ജുവൽ കുട്ടിക്ക് കേട്ടോ. അഖേതി കുട്ടി വായോ. അഖൈതി എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ നമുക്കറിയാം, ഒരു വളരെ ഡിഫറെന്റ് ആണ്. വേറെ അധികം ഞാൻ കേട്ടിട്ടില്ല അഖൈതി എന്നുള്ള പേര്. സത്യമുള്ളവൾ. അപ്പോൾ ടാലന്റിന്റെ സത്യമുള്ള ആളാണ് നമ്മുടെ അഖൈതി കുട്ടി. ടാലന്റിന്റെ സത്യം. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ചില പെർഫോമൻസസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മ്യൂസിക്കലി ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുയിൽനാദം പോലെയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നത്, ഒരു കുയിൽനാദം. അത് നമ്മൾ പല ആൾക്കാരെ പറ്റി അങ്ങനെ പറയാറുണ്ട്, പക്ഷെ ഇത് ശരിക്ക് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അല്ലേ ആര്യ? നമുക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടിനെ മനസ്സിലാക്കി ചില ഇടങ്ങളിലൊക്കെ ഹസ്കി ആയിട്ടൊക്കെ പാടുമ്പോഴത്തേക്കും ആ ഒരു ശബ്ദത്തിന്റെ ഒരു ഹൃദയത്തിൽ തൊടുക എന്ന് പറയും. അങ്ങനെ തൊടുന്ന കിട്ടുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അതെ. പ്രത്യേകിച്ച് കുറച്ച് ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല, അതിനുശേഷം കുറച്ച് ദിവസമായുള്ളൂ വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് കേട്ട പെർഫോമൻസ് ആണ് യാരോ യാരോടി എന്ന് പാടിയ പാട്ട്, തമിഴ് സോങ്സ്, തമിഴ് ഹിറ്റ്സ് റൗണ്ടിൽ. അത് കേട്ടപ്പോൾ ഞാൻ തോന്നുന്നത് എത്രയോ മുമ്പോട്ട് പോയിരിക്കുന്നു നമ്മുടെ അഖൈതി കുട്ടി. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വളരെ 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 ഇമ്പ്രൂവ്മെന്റ് എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസത്തെ പോലെയാണ് പലപ്പോഴും പെർഫോമൻസ് ഇവിടെ ഉണ്ടാവുക. ആ ദിവസത്തെ ഭാഗ്യം പോലെ ഇരിക്കും. പലർക്കും അതെ, ചിലർക്ക് മൈനസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലർക്ക് പ്ലസ് ആയിരിക്കും. ഇവിടെ പല കണ്ടസ്റ്റൻസിലും ചിലർക്ക് ചില മൈനസ് ആയിട്ടുള്ള ചില പോയിന്റ്സ് ഉണ്ടാവും. അത് മറ്റുള്ളവർക്ക് പ്ലസ് പോയിന്റ്സ് ആയിരിക്കും കഴിവിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പം 24-25 പാട്ടുകൾ ഓരോ കണ്ടസ്റ്റൻസും പാടിക്കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള അവരുടെ ഗ്രൂമേഴ്സിൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞു. ഓൾറെഡി അവർ
അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇമ്പ്രൂവ്മെന്റ് അവർ കാണിക്കുന്നത്. അവരുടെ ഹാർഡ് വർക്കും അതും ഒരു വലിയ കാര്യമാണ്, ഭാഗമാണ് അതിൻ്റെ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് ഇവര് ഇപ്പോൾ ഈ തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു വലിയ വിഷമമുണ്ട്. സത്യത്തിൽ വലിയൊരു വിഷമമുണ്ട് എനിക്ക്. ഞാനും കുറച്ച് ഇമോഷണൽ ആവാണ്. കാരണം നമ്മുടെ ജുവൽ കുട്ടിയും ഈ പറഞ്ഞ പോലെ വളരെ സ്മാർട്ടായിട്ടുള്ള ചുറുചുറുക്കുള്ള സംസാരം, എനിക്ക് ആ സംസാരം കേൾക്കാൻ തന്നെ വളരെ വളരെ ഇഷ്ടമാണ്. എനിക്ക് മാത്രമായിരിക്കില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം കുട്ടൻചേട്ടൻ പറഞ്ഞ പോലെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഇതെല്ലാം ഒരു തൽക്കാലത്തേക്കുള്ള ഒരു വിടവാങ്ങൽ, അത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഈ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് അഖൈതി കുഞ്ഞേ. ഓൾ ദ ബെസ്റ്റ്. All the best to Akhedi and Jewel Kuti. അപ്പൊ നമ്മുടെ അഖൈദക്കുട്ടിയും ജുവൽ കുട്ടിയും എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് അറിയാം, ഞാൻ പുറത്താണെങ്കിലും ഒക്കെ ഇവരായിട്ട് എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എൻ്റെ ഒരു ഇതില് നിങ്ങൾ രണ്ടുപേരും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ചെറിയ പ്രായത്തില്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നിങ്ങളുടെ സ്കില്ല് കൊണ്ട് നിങ്ങൾ വളരെ മുന്നിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന, നിങ്ങൾ ഓഡീഷനിൽ ഇവിടെ സെലക്ട് ആയപ്പോൾ ഉണ്ടായിരുന്ന അതേ മനോഭാവത്തോടു കൂടിയാണ് ഇവർ ഇപ്പോഴും ഇങ്ങനെ ഒരു ഡിസിഷനിലും ഇവര് ഹാപ്പിയാണ്. അല്ല, വളരെ നല്ല ആറ്റിറ്റ്യൂഡാണ്. അത് എല്ലാവർക്കും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നുക ഇതാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടായ ഒരു മേജർ ഡൗൺ സിറ്റുവേഷൻ ആണിത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ തോന്നാവുന്ന ഒരു അവസരമായത്. പക്ഷെ നിങ്ങൾ അതിനെ അങ്ങനെ കണക്കാക്കുന്നില്ല. നമുക്ക് പഠിക്കാനുണ്ട്. അതെ. അപ്പൊ നിങ്ങൾ അതിനെ ഒരിക്കൽ പോലും അങ്ങനെ കണക്കാക്കുന്നില്ല. നല്ലൊരു ചാൻസ് ആയിട്ട് ഇതിനെ കാണുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഇവിടെ വന്ന് ചെയ്തു. കുറെ ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടി. വളരെ ഹാപ്പി ആയിട്ടാണ് രണ്ടുപേരും പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി വിഷമമൊന്നുമില്ല. നിങ്ങൾ രണ്ടാളും ഹാപ്പിയാണ്, അതുകൊണ്ട് കൂടെ ഞാനും ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് സന്തോഷമായിട്ട് ഒരുമിച്ചൊരു ടാറ്റ പറയാം അല്ലെ? എല്ലാവർക്കും ടാറ്റ, ബൈ, സീ യു. MJ അങ്കിൾ, അങ്ങനെ നമ്മുടെ ടോപ്പ് സിംഗർ ഒത്തിരി സന്തോഷത്തില് പുതിയൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അല്ലേ? നമ്മൾ ഈ പുതിയ ഘട്ടത്തില് പുതിയ റൗണ്ട്സ് തുടങ്ങാണ് അല്ലേ? യെസ്. എന്തൊക്കെയായിരുന്നു മീനുട്ടി? നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഹിറ്റ്സ് റൗണ്ട് ഉണ്ട്, അതുപോലെ മെലഡി ഉണ്ട്, പിന്നെ ഉള്ളത് പെർഫോമൻസ് റൗണ്ട് ആണ്. 3 റൗണ്ടാണ്. അപ്പോ നമ്മുടെ പുതിയ റൗണ്ടിൽ പാടാനായിട്ട് ജനീലിയ കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ജനീലിയ ആൻഡ് പ്രൈസൺ ഓൺ സ്റ്റേജ്. ഒരു ഓസ്കാർ ആഫ്റ്റർ പാർട്ടിക്കൊക്കെ പോകാൻ പറ്റിയ ഒരു കോസ്റ്റ്യൂം അല്ലേ? നല്ല രസമല്ലേ? ഒരു റെഡ് കാർപ്പറ്റ്. ഏത് പാട്ടാ? കണ്ടു കണ്ടു കൊതിക്കുന്നു. ആ കണ്ണൊക്കെ ഉരുണ്ടിട്ടില്ലേ താഴെ എത്തി ഫ്ലോറില്. അപ്പൊ താങ്ക് യു.
മഞ്ഞുറയിൽ പകൽ കിളി പൈതലേ നീ പറക്ക് നിന്റെ കണ്ണാടി കരവയ്ക്കും കൈതാളം പറവയ്ക്കും പിരിയാത്ത കൂട്ടായി പോരും ഞാൻ നിന്നോട് മിണ്ടാതെ ഉറങ്ങൂല ഞാൻ കണ്ട കണ്ട കതി കൊണ്ട് നിന്നു കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ മഞ്ഞു പോലെ മഴ പെയ്തു നിന്നെ ഉണർത്താം ഞാൻ ഉണർത്താം വെരി ഗുഡ് വെരി നൈസ് വെരി നൈസ്. ജേനെ എന്താ അങ്ങനെ ആരാ വിളിക്കാറ്? കുറച്ചുപേര് അങ്ങനെ വിളിക്കാറുണ്ട് ഇവിടെ. നന്നായിരുന്നു, വളരെ നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടുന്നുണ്ട്. നല്ല ഞാൻ ഇപ്പൊ നമ്മൾ സംസാരിക്കുകയായിരുന്നു, നമ്മുടെ ഇവിടെ വന്ന ജനീലിയ കുട്ടിയെക്കാളും ഫാർ 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 അതെ വളരെ വളരെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. അതായത് വളരെ ഇമ്പ്രൂവ്മെന്റോടുകൂടി ഇതുവരെ ഇത്രയും ഇമ്പ്രൂവ്മെന്റ് എനിക്ക് തോന്നുന്നത് ഈ കണ്ടസ്റ്റൻസിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ ജനീലിയ കുട്ടി. അതാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. കൊള്ളാം, അതിന്റെ ആ പാട്ടിന് കൊടുക്കുന്ന ഫീല്, എല്ലാ കാര്യങ്ങളും, അതിന്റെ ട്യൂണും അതിന്റെ സംഗതികളും, എല്ലാ കാര്യങ്ങളെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരേ ഒരു കാര്യം മാത്രം, എന്താണ്? ശ്വാസം. ആ ശ്വാസം ആണ് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ആ ശ്വാസം, ആ ബ്രത്ത് കൺട്രോളും കൂടി നന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ ഒരു ബ്രീത്തിങ് കപ്പാസിറ്റിയും കൂടി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാട്ടിന് കുറേയും കൂടി ഒരു ഫ്ലോ ഉണ്ടായിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. ഇല്ലായിരുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഫ്ലോ പാട്ട് വളരെ നന്നായിട്ട് പാടി, പക്ഷെ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഫ്ലോ ചെറുതായിട്ടൊന്ന് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്കൊരു ഫീൽ തോന്നി. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ആദ്യം മുതൽ അവസാനം വരെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് പാടിയത്. ഈ ഒരു കാര്യം മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കണം എങ്ങനെയെങ്കിലും. പിന്നെ ഇതിന്റെ സംഗീതം ചെയ്തത് കുട്ടൻചേട്ടൻ എം ജെ അങ്കിളാണല്ലോ. അപ്പൊ എം ജെ അങ്കിളിന് എന്താണ് പറയാനുള്ളത് നോക്കാം. ഞാനിങ്ങനെ ഇതിന്റെ കണക്ഷൻ ഒക്കെ ഇങ്ങനെ നോക്കായിരുന്നു. കറക്റ്റായിട്ട് പവർ സപ്ലൈ ഉണ്ടോ, കണക്ഷൻ ഉണ്ടോ, എവിടെയെങ്കിലും ഫ്യൂസ് പോകുന്നുണ്ടോ എന്നൊക്കെയാണല്ലോ. അതൊക്കെയാണല്ലോ നമ്മൾ നോക്കുന്നത്. സർക്യൂട്ട് ബ്രേക്കർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണല്ലോ നോക്കുന്നത്. അപ്പൊ അതിലെനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഒരു പാട്ട് പാടുമ്പോൾ പാട്ടുകാരിക്ക് ആദ്യമുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ആ പാട്ടുമായിട്ട് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ കോമ്പസിഷനായിട്ട് കണക്ട് ചെയ്യണം. അത് ടിക്കാണ് അല്ലേ? അവിടെ ടിക്ക് വിടും. അടുത്തത് പറഞ്ഞാൽ കണക്ടിങ് ടു വൺ സെൽഫ്. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് തന്നെ, നമ്മുടെ സോൾ, അതാണ് സോൾഫുൾ എന്ന് പറയുന്നത്. ആ ഒരു കണക്ഷൻ ഉണ്ടോന്ന് വെച്ചാൽ അവിടെ ഒരു ഡബിൾ ടിക്ക് ഉണ്ട്. കാരണം അത് മനസ്സിലാക്കുന്നു. ഓക്കെ, ഇനി കണക്ടിങ് ടു ദ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഡിയൻസ് ആണല്ലോ. അപ്പൊ നമ്മുടെ കണക്ഷൻ നോക്കുമ്പോൾ അവിടെയും ഒരു ടിക്ക് കൊടുക്കാം എന്ന് തോന്നുന്നു. അപ്പൊ ഈ 3 കണക്ഷൻസ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ബ്രത്ത് എടുക്കുമ്പോഴത്തേക്കും ഇന്റലിജന്റ് ആയിട്ട് ബ്രത്ത് എടുക്കണം. ഇപ്പൊ പകൽ കിളി പൈതലേ നീ പറക്കൂ അല്ലെ, ഒന്നിച്ചല്ലേ? അപ്പൊ പകൽ കിളി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുക, പൈതലേ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുക, നീ കഴിഞ്ഞ് കട്ട് ചെയ്യുക, പറക്കു കഴിഞ്ഞ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ഉണ്ടെന്നല്ല, ഞാൻ കുറച്ച് എക്സാജറേറ്റ് ചെയ്തു. അല്ല, അതെനിക്ക് ഞാൻ മനസ്സിലായി. പക്ഷെ ഫ്രീക്വന്റ് ആണ് കട്ട് ചെയ്യുന്നത്. ആ ഫ്രീക്വൻസി നമ്മളെ കുറച്ചൊന്ന് അലോസരപ്പെടുത്തും ഓഡിയൻസിന്. നമുക്ക് കുഴപ്പമില്ല, കാരണം നമ്മള് ആ പാട്ടിന്റെ ഉള്ളിലാണ്. അപ്പൊ നമ്മളത് മറന്നു പോകുന്നു. ആ കട്ട് വരുമ്പോഴത്തേക്കും റെക്കോർഡിങ്ങിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അതിന്റെ കണ്ടിന്യൂറ്റി തന്നെയാണ് ബാധിക്കുന്നത്. അതായത് പറഞ്ഞത് കേട്ടോ. ചില ഭാഗങ്ങളൊക്കെ അസാധ്യമായിട്ട് പാടി കേട്ടോ. അസാധ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഫീലിന്റെ കാര്യത്തിലാണ്. സംഗതികളൊക്കെ ഇപ്പൊ കൊണ്ടുനിന്ന കുയിലല്ലേ, അത് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ആ സംഗതി ഒന്ന് പാടാമോ? കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് ധ്വനിക്കും. ഓരോന്നിനും ഓരോ ഗ്രാമർ ഉണ്ട്, മനസ്സിലായില്ലേ? എത്ര നമ്മൾ കൊടുക്കണം എന്നുള്ള ആവശ്യമുണ്ട്. അവിടെ ഒരു 150 ഗ്രാം കൂടെ കൂട്ടിയാൽ നന്നായിരിക്കും. പിന്നെ കുരുന്നിളം തിങ്കളെ നീ ഉദിച്ചു,
കൊച്ചു കൊച്ചു എന്നൊക്കെ തുടങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊഞ്ചിച്ച് പാടി. അത് കൊഞ്ചിച്ച് പാടി. നന്നായിരുന്നു. നിന്നോട് മിണ്ടാതെ ഉറങ്ങൂല ഞാൻ എന്ന് പറഞ്ഞത് അത് അസ്കിയായിട്ട് പാടിയത് എല്ലാം കൂടെ എടുത്തു നോക്കുമ്പോഴത്തേക്കും വളരെ നല്ലൊരു ആലാപനമായിരുന്നു. അതാണ് ആലാപനം. ഇതിനൊക്കെയാണ് ആലാപനം എന്ന് വിളിക്കാൻ പറ്റൂ. അത് എന്തെങ്കിലും ചെയ്താൽ അതൊന്നും ആലാപനം ആവൂല. അപ്പോ നമ്മുടെ ജനീലിയ ഇപ്പോൾ ആലപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഇൻഡാസ്. മനസ്സിലായോ? അപ്പൊ അതാണ് പ്രാണൻ. നമ്മുടെ പാട്ട് കൊണ്ട് നമ്മുടെ പ്രാണൻ തുടിക്കുമെങ്കിൽ അപ്പോഴാണ് സംഗീതമുള്ളത്. ബാക്കിയെല്ലാം സൂപ്പർഫിഷ്യലാണ്. അപ്പൊ ഇത് ഡീപ്പാണ്. ആ ഡെപ്തിനെ ഇപ്പൊ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. That is very good. Top band, thank you. നല്ല രസമായിരുന്നു അത് കൊണ്ടുവന്നു. താങ്ക് യു സോ മച്ച്. ജനീല കുട്ടി, പറയാതിരുന്ന 2 കാര്യം പറയാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിന്നോട് മിണ്ടാതെ ഉറങ്ങൂല ഞാനൊക്കെ നല്ല രസം, ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. ഒന്ന്, പാട്ട് എൻഡ് ചെയ്യുമ്പം ആ എൻഡിങ്ങിനും അതുവരെ പാടിയ ആ ഒരു സീരിയസ്നെസ് വേണം. ആ ഒരു എൻഡിങ്ങിലും കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ വിട്ടു പോവാതെ പാടിയില്ലേ ഹം പാടിയത്, ഹം ചെയ്ത ആ സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്തും അതുപോലെ ആ ഒരു കുറച്ചും കൂടെ ഒരു ഫിനിഷിങ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് തോന്നി. 1. 2, ഹസ്കി ആക്കുമ്പം നാച്ചുറലി നമുക്ക് ബ്രെത്ത് കുറയും. അപ്പോഴാണ് ഇങ്ങനെ വരികളുടെ ഇടയിൽ ഇങ്ങനെ വെട്ടി വരുന്നത്. അതിൻ്റെ കൂടെ പാട്ടിലെ ഇൻവോൾവ്മെന്റ് അടിപൊളിയായിട്ട് ജനീലക്കുട്ടി പാട്ടിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഇൻവോൾവ്മെന്റിന്റെ ഇടയ്ക്ക് എന്താവുന്നെന്ന് പറഞ്ഞാൽ ബോഡി പോസ്ചർ ആകെ മാറിയിട്ട് ഇങ്ങനെയാ നിൽക്കണേ. ഇങ്ങനെ നിൽക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലങ്സിന് ബ്രീത്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി പിന്നെയും ഒന്നും കൂടെ കുറയും കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം പാടുമ്പോ എന്താന്ന് പറഞ്ഞാൽ ഒരു മിററിന്റെ മുന്നിൽ നിന്നിട്ട് ഒരു മൈക്ക് പോലെ എന്തെങ്കിലും കയ്യിൽ ഇങ്ങനെ വെച്ച് സ്ട്രെയിറ്റ് ആയി നിന്നിട്ട് പാടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അതൊരു സജഷനാണ്, ഒരു കുഞ്ഞു സജഷനാണ്. യു ക്യാൻ ഡു ഇറ്റ്. ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ് ജനീലക്കുട്ടിയുടെ പാട്ട്. ആ വോയിസ് ഒക്കെ എനിക്ക് തോന്നുന്നു ആദ്യം വരുമ്പോ ചെറിയൊരു ക്രാക്കിനെസ്സും ഭയങ്കര ഒരു ടൂ ഹസ്കി ആയിട്ടുള്ള പോലത്തെ ഒരു വോയിസ് എന്ന് മാറിയിട്ട് ഇറ്റ്സ് ഗെറ്റിംഗ് ലൈക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ മാറി വരുന്ന ആ ഒരു എവല്യൂഷൻ നമ്മളിങ്ങനെ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ യു ആർ അമേസിംഗ്. യു ആർ ഓൾറെഡി അമേസിംഗ്. അതിന്റെ കൂടെ യു വിൽ പ്രോഗ്രസ് ടു ഗ്രേറ്റ് ഹൈറ്റ്സ്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ കൺഗ്രാറ്റ്സ് ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിയതിന്. അതൊരു നിറഞ്ഞ കൈയടിക്കുള്ള ഒരു ഒക്കേഷനാണ്. അപ്പോൾ ഇന്നത്തെ പ്ലസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫീലാണ്. യെസ്. കോസ് ഫോർ കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? ബ്രെത്ത് എടുക്കുന്ന സംഭവം അല്ലെ? സോ യു ആർ ഗോയിങ് ടു ബി അവാർഡഡ് 98.5. ജനീലിയ കുട്ടിയാണ് കേട്ടോ നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. ആര്യ ചേച്ചി, വെൽക്കം. ആര്യ ചേച്ചി, നമ്മുടെ കിൻഡർ മോക്സിന്റെ ഒരു ഉടുപ്പാണിത്, ഒരു സൂപ്പർ ഉടുപ്പ്. അപ്പൊ നമ്മുടെ പുതിയ റൗണ്ടിലെ ആദ്യത്തെ പെർഫോമർ ഓഫ് ദ ഡേ നമ്മുടെ ജനീല കുട്ടി. യെസ്. പിന്നെ നമ്മുടെ ബില്ലി വൈറ്റിലൊരു ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ താങ്ക് യു ജനീല കുട്ടി. ബൈ. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കറിയാം ഇന്ന് എലിമിനേഷൻ ഡേ ആയിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ടോപ്പ് സിംഗറിൽ ഉണ്ടായ ഒരു ദിവസമാണെന്ന്. മത്സരമാകുമ്പോൾ മാറ്റങ്ങളൊക്കെ അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ അടുത്ത റൗണ്ടിലും കൂടുതൽ മത്സരം ഇങ്ങനെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത റൗണ്ടിലേക്കായിട്ട് കുറേ നല്ല പെർഫോമൻസുകളും കുറേ നല്ല കോമ്പറ്റീഷൻസുമാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്നിവിടെ തൽക്കാലത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഒരു അടിപൊളി മത്സരവേദിയുമായിട്ട് കാണുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും തൽക്കാലത്തേക്ക് മാത്രം ടാറ്റാ ബൈ, സീ യു.